Good afternoon, students. Continuing with the valuation of bonds, we have already discussed about the current yield, spot interest rate. Now we will discuss about the yield to maturity. Okay, please refresh the current yield method. What is current yield? Current yield means coupon payment as a percentage of market price of a bond. Okay, and also we have discussed about the spot interest rate. Okay. Now we will discuss about the yield to maturity. Okay, yield to maturity means if an investor holds the bond until the maturity, how much he will get. That is known as yield to maturity. Okay, the total return anticipated on a bond if a bond is held until it matures. ഒരു ബോണ്ട് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ എത്രയായിരിക്കും ടോട്ടൽ റിട്ടേൺ കിട്ടുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈൽഡ് ടു മെച്യൂരിറ്റി. ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടേൺ ടു മെച്യൂരിറ്റി വരെ ബോണ്ട് ഹോൾഡ് ചെയ്താൽ ഒരു ബോണ്ട് ഹോൾഡറിന് ടോട്ടൽ റിട്ടേൺ കിട്ടുന്നതിനെയാണ് നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ബോണ്ട്. അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR, ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് കിട്ടുന്ന ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എന്ത്, ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടോട്ടൽ റിട്ടേൺ ഓൺ എ ബോണ്ട് when it is held to maturity period. That is total return anticipated on a bond if the bond is held until it is matured. Maturity period വരെ ബോണ്ട് ഹോൾഡ് ചെയ്താൽ എത്രത്തോളമാണ് ടോട്ടൽ റിട്ടേൺ ഒരു ബോണ്ട് ഹോൾഡറിന് കിട്ടുക. The yield on the return on the instrument is held until its maturity as field to maturity വരെ ഹോൾഡ് ചെയ്താൽ എത്രയാണ് റിട്ടേൺ. It is basically the total income earned by an investor over the entire life of a security. അതായത് ഒരു ബോണ്ട് ഹോൾഡ് ചെയ്താൽ ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തെയാണ് നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈൽഡ് ടു മെച്യൂരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് there are certain assumptions. Based on these assumptions, yield to maturity is calculated. First one is there should be no default. Okay, മെച്യൂരിറ്റി ഡേറ്റ് വരെ ആ ഇൻവെസ്റ്ററിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത് എമൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, ഇൻകം ആണെങ്കിൽ, ആ കിട്ടുന്ന ഇൻകത്തിനൊരിക്കലും ഡിഫാൾട്ട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ദെൻ ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഹോൾഡ് ദ ബോണ്ട് അൺടിൽ ദ മെച്യൂരിറ്റി. ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, ബോണ്ട് അതിന് മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് അയാൾ മാറ്റുവാണെങ്കിൽ നമുക്ക് yield to maturity കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ all the coupon payments should be reinvested immediately at the same interest rate as the same yield to the maturity of the bond. അതായത് നമുക്ക് കിട്ടുന്ന ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഓരോ വർഷവും കിട്ടുന്ന ആ ഇൻട്രസ്റ്റ് വീണ്ടും എന്ത് ചെയ്യണം, അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ എന്ത് ചെയ്യണം, റീഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 3 അസംഷനെ ബേസ് ചെയ്തിട്ടാണ് yield to maturity സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദർ ഷുഡ് നോട്ട് ബി എനി ഡിഫോൾട്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിലോ ഒരു ഡിഫോൾട്ടും വരാൻ പാടില്ല. അതുപോലെ തന്നെ ബോണ്ട് ഹോൾഡർ ബോണ്ട് മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ കിട്ടുന്ന എല്ലാ കൂപ്പൺ പേയ്മെൻറ്റ്സ് ഇൻട്രസ്റ്റും അതേ റേറ്റിൽ തന്നെ, സെയിം റേറ്റിൽ തന്നെ എന്ത് ചെയ്യണം, റീഇൻവെസ്റ്റ് ചെയ്യണം. അതും yield to മെച്യൂരിറ്റി പീരീഡ് വരെ അതെന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് കിട്ടുന്നത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം. ആ റീഇൻവെസ്റ്റ്മെൻറ്റ് മെച്യൂരിറ്റി ഡേറ്റ് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. So we can say that yield to maturity for a bond is the total return, interest plus capital gain obtained from a bond until the bond is held to maturity date. Okay, so we can say it is expressed as a percentage and tells the investor what is the return on investment will be if they purchase the bond and hold on to or until its maturity. അതായത് ഇത് പെർസെൻറ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ഇൻവെസ്റ്ററിന് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രത്തോളം റിട്ടേൺ കിട്ടും. ഓക്കെ, ആ ബോണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോണ്ടിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടും, ആ ബോണ്ട് മെച്യൂരിറ്റി ഡേറ്റ് വരെ ഹോൾഡ് ചെയ്താൽ. അതിനാണ് എന്താണ് yield to maturity എന്ന് പറയുന്നത്. There are 2 methods for calculating yield to maturity. First one is formula method, second method is trial and error method. ഇതെന്ന് പറയുന്ന ഒരു എന്താണ്, ഒരു എക്സാക്റ്റ് ഫിഗേഴ്സ് ഒന്നും കിട്ടില്ല. ഈ 2 മെത്തേഡ്, ഫോർമുല മെത്തേഡ് യൂസ് ചെയ്താലും ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്താലും നമുക്കൊരു എക്സാക്റ്റ് ഐറ്റം കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ,
അപ്പോൾ നമുക്കൊരു എക്സാക്റ്റ് YTM കിട്ടാൻ അല്ലെങ്കിൽ yield to maturity കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലീനിയർ ഇൻ്റർപോളേഷൻ മെത്തേഡും കൂടി യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഫോർമുല മെത്തേഡ് ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യും. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്കൊരു എക്സാക്റ്റ് ആയിട്ടുള്ള YTM കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ലീനിയർ ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എക്സാക്റ്റ് yield to maturity ഫൈൻഡ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രിസൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള YTM കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ അപ്രോക്സിമേറ്റ് ദിസ് വാല്യൂ ബൈ യൂസിങ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് yield to maturity ഫൈൻഡ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫോർമുല മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മൾ ട്രയൽ ചെയ്യാണ് എന്താണ് ഇക്വേഷൻ അല്ല, ഒരു ഇതിനും ഇത്ര പെർസെൻറ്റേജിൻ്റെ ഇടയ്ക്കാണ് yield to maturity, 16 to 17% ഇടയ്ക്കാണ് yield to maturity എന്ന് പറയും. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് ഫോർമുല മെത്തേഡ്. ആസ് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് പ്രിസൈസ്ഡ് YTM. സോ വി വിൽ യൂസ് ദ formula in order to get the approximate value of yield to maturity. ഓക്കെ, അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രിൻസിക് വാല്യൂ നോക്കണം. എന്താണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രിൻസിക് വാല്യൂ? ഓക്കെ, intrinsic value means it is the present value of all future cash flows which are likely to arise from an asset discounted at appropriate rate of return. എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ്, അതായത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അതായത് ഓൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അപ്രോപ്രിയേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്.